എവരിവൺ, എല്ലാവർക്കും ഷാരി സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സർവീസിലിരിക്കുന്ന വിരമിക്കാൻ 5 വർഷത്തിൽ കൂടുതലുള്ളവർ 2 വർഷത്തിനുള്ളിൽ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം. അതായത് 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവരാണ് പറയുന്നത്. അവർ 2 വർഷത്തിനുള്ളിൽ, അതായത് സെപ്റ്റംബർ 1 വിധി വന്നിരിക്കുന്നത്. അപ്പോൾ 2027 സെപ്റ്റംബർ 1 ടെറ്റ് യോഗ്യത നേടിയിരിക്കണം. അതേപോലെ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ ടെറ്റ് യോഗ്യത നേടിയില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വാങ്ങി നിർബന്ധിത വിരമിക്കലിന് വിധേയരാകേണ്ടി വരും. അപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ അവർക്ക് കേട്ടിട്ട് നേടാൻ പറ്റിയില്ലെങ്കിൽ നിർബന്ധമായും അവർ സർവീസിൽ നിന്നും വിരമിക്കേണ്ടി വരുമെന്നാണ് വിധി. ഓക്കെ. അതേപോലെ 5 വർഷത്തിൽ കുറവ് സർവീസിലുള്ളവർക്ക്, അതായത് ഇനി 5 വർഷത്തിൽ താഴെയാണ് റിട്ടയർഡ് ആവാൻ ബാക്കിയുള്ളൂ എങ്കിൽ അവർക്ക് ടെറ്റ് നിർബന്ധമില്ല. അവർക്ക് 5 വർഷം സർവീസിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും പ്രമോഷൻ, അതിനൊക്കെ പ്രമോഷൻ സാധ്യതകൾക്ക് ടെറ്റ് യോഗ്യത ആവശ്യമുള്ള പ്രമോഷൻ ലഭിക്കണമെങ്കിൽ അവർ ടെറ്റ് നേടിയിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് 5 വർഷം സർവീസിലിരുന്ന് വിരമിക്കാം. അതാണ് പറയുന്നത്. പ്രമോഷൻ സാധ്യതയില്ല, ജസ്റ്റ് 5 വർഷം സർവീസിൽ തുടരാം. ഓക്കെ. പിന്നെ RTA ആക്ട് നിലവിൽ വരുന്നതിന് മുന്നേ സർവീസിൽ കയറിയ അധ്യാപകർക്കും ഇത് ബാധകമാണ്. അതായത് 2009 RTA ആക്ട് വന്നത്. അപ്പോൾ അതിന് മുന്നേ സർവീസിൽ കയറിയവർ വിചാരിക്കും അതിന് ശേഷമുള്ളവർക്ക് മതിയെന്ന്. പക്ഷേ അതിന് മുന്നേ സർവീസിൽ കയറിയ ആൾക്കാർക്കും ഇത് ബാധകമാണെന്നാണ് പറയുന്നത്. അതേപോലെ പണ്ടത്തെ പോലെ നെറ്റ്, സെറ്റ്, MPhil, PhD യോഗ്യതകൾ ഉള്ള ആൾക്കാരെ കേട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഈ വിധിയിൽ പറയുന്നത് നെറ്റ്, സെറ്റ്, MPhil, PhD തുടങ്ങിയ യോഗ്യതകൾ ടെറ്റിന് പകരമായിട്ട് പരിഗണിക്കില്ല. അപ്പോൾ ഈ യോഗ്യതകൾ, ഈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒന്നും ടെറ്റിന് തുല്യമല്ല എന്നാണ് സുപ്രീം കോടതി വിധി. അപ്പോൾ ടെറ്റ് കേട്ടറ്റ് തന്നെ നേടിയിരിക്കണം. കേട്ടറ്റ് അതല്ലെങ്കിൽ CTET ആവാം. പിന്നെ പുതിയതായിട്ട് നിയമനം നേടുന്നവർക്ക് നിയമന സമയത്ത് തന്നെ ടെറ്റ് യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. ഇപ്പോൾ ഒക്കെ നമുക്ക് സർവീസിൽ കയറിയതിന് ശേഷം ടെറ്റ് നേടിയെടുത്താൽ മതി എന്നുള്ള ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. ഇനി തൊട്ട് അങ്ങോട്ട് നിയമന സമയത്ത് തന്നെ ടെറ്റ് യോഗ്യത ഉണ്ടായിരിക്കണം. മെയിനായിട്ട് എയ്ഡഡ് സ്കൂൾസിലൊക്കെയാണ് ക്യാഷ് കൊടുത്ത് കയറുന്ന സമയത്ത് ടെറ്റ് യോഗ്യത അവർ നേടിയിരിക്കണം. അതേപോലെ നമ്മൾ സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രമോഷൻ വേണമെങ്കിൽ, അതായത് കേട്ടറ്റ് 3 ആവശ്യമുള്ള പ്രമോഷന് കേട്ടറ്റ് 3 നേടിയിരിക്കണം. ഡയറക്റ്റ്ലി പ്രൊമോട്ട് ചെയ്യില്ല. അതേപോലെ ഏത് ഇതായാലും കേട്ടറ്റ് 2 വേണ്ട പോസ്റ്റുകൾക്ക് കേട്ടറ്റ് 2 തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള പ്രമോഷൻ, അതായത് സ്ഥാനക്കയറ്റം അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് കുറേ അധ്യാപകർ ഇപ്പോൾ ആശങ്കയിലായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുമോ, അതോ ഇത് നടപ്പിലാക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, 2027 സെപ്റ്റംബർ 1 വരെ ടൈമുണ്ട്. അപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ കേട്ടിട്ട് നേടിയാൽ മതി. അപ്പോൾ ഈ കേട്ടിട്ട് നേടാൻ അത്രയ്ക്ക് ടഫൊന്നല്ല. 2 വർഷമുണ്ട്. അപ്പോൾ ഒരു 4 കേട്ടറ്റെങ്കിലും ഉണ്ടായിരിക്കും. ഇയർലി 2 ടൈംസ് ആണ് കേട്ടറ്റ് നടത്തുന്നത്. അപ്പോൾ ആ 2 വട്ടം നടത്തി കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം നിങ്ങൾക്ക് കേട്ടറ്റ് എഴുതാം. അപ്പോൾ ഈ 4 പ്രാവശ്യത്തെ കേട്ടറ്റ് എഴുതിയിട്ടും പാസ്സായില്ലെങ്കിൽ മാത്രമാണ് ഈ വിധിയെ നേരിടേണ്ടി വരുള്ളൂ. അപ്പം 4 വട്ടമൊന്നും എഴുതേണ്ടി വരില്ല നിങ്ങൾക്ക് കേട്ടിട്ട് പാസ്സാവാൻ. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ കേട്ടിട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാവാം. അപ്പോൾ എൻ്റെ ചാനലിൽ കേട്ടിട്ടിൻ്റെ സൈക്കോളജി വീഡിയോസ് ഫുൾ അവൈലബിൾ ആണ്, സൈക്കോളജി ആൻഡ് പെഡഗോഗി. ദെൻ ബാക്കി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ക്ലാസ്സസ് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ പുതിയ ക്ലാസ്സസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേട്ടിട്ട് ഇല്ല എന്നുള്ള വിഷമത്തിൽ ആരും ഇരിക്കേണ്ട. കേട്ടിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നത് തന്നെയുള്ളൂ. അത്രയ്ക്ക് ടഫായിട്ടുള്ളൊരു എക്സാം ഒന്നുമല്ല. അപ്പം നമുക്ക് കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഒരു 1 മന്ത് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് നേടിയെടുക്കാം. ഓക്കെ, താങ്ക് യു.